ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വൈനൊന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇനിയൊരു രീതിയിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വേണമെന്നവർ അതും പോയി കാണാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്കാക്കി വെക്കണം. അതിന് ഞാനിവിടെ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറിലുള്ളത് മിക്സാക്കി എടുക്കാം. അതുപോലെ അരക്കപ്പ് ബ്ലാക്ക് കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയും ബ്രൗൺ കിസ്മിസ്, പിന്നെ ചോപ്പ് ചെയ്ത ഡേറ്റ്സ്, അതൊക്കെ മിക്സ് ചെയ്യാം. പിന്നെ അരക്കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിൽ ഇതിനേക്കാളും കളർ കിട്ടും കേക്കിന്. ഞാൻ ഗ്രേപ്പ് കിട്ടാത്തത് കൊണ്ട് ഓറഞ്ച് ജ്യൂസ് എടുത്തതാണ്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1-2 ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പോൾ നന്നായി സോക്കായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസമേ വെച്ചിട്ടുള്ളൂ കേട്ടോ, 2 ദിവസമൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസമൊക്കെ വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് കളയണം. ഇതിൻ്റെ വെള്ളം വേണ്ട, ഒന്ന് അരിച്ചെടുത്ത് നമുക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ വെള്ളം കളയാം. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടി എന്തൊക്കെയാണ് നോക്കാം. ഞാനിത് അരക്കപ്പ് കാഷ്യൂ, ബദാം, പിസ്ത ഇത് മൂന്നും കൂടെ മിക്സാക്കിയത് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലാക്കി എടുക്കണം. അതിനൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ഷുഗർ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മെൽട്ടായി തുടങ്ങുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. മെൽട്ടായിട്ട് ഒരു ബ്രൗൺ കളറായി കിട്ടണം നമുക്ക്. അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ മെൽട്ടായിട്ട് നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. മെൽട്ടായി തുടങ്ങുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇതിങ്ങനെ പതഞ്ഞു വരും. ഇനി ഇത് ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ടൊരു തിക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. ഇതിപ്പോൾ തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നല്ലോണം തിക്കാക്കാണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഇതിനേക്കാളും തിക്കായി കിട്ടും നമുക്ക്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഗ്രാമ്പു പൊടിച്ചതും കൂടെ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ഏലക്ക പൊടിച്ചത്, ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പട്ട പൊടിച്ചതും അതിലൊക്കെ തരി ഉണ്ടാകും. ഫൈൻ പൗഡർ ആണെങ്കിലും ഒക്കെ. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റാക്കി എടുക്കണം. അതിനൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കുക. അതുപോലെ എഗ് ബീറ്ററിൻ്റെ ബ്ലേഡും നല്ല ഡ്രൈ ആയിരിക്കണം. ഇത് 1-2 മിനിറ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗ്രാനൂൾ ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഗ്രാനൂൾ ഷുഗർ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഷുഗർ മിക്സിയിലിട്ടൊന്ന് ക്രഷാക്കി എടുത്താൽ മതി. നല്ലോണം ചെറിയ തരിയുള്ള ഷുഗർ തന്നെയാണ് ഗ്രാനൂൾ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് അരക്കപ്പ് മെൽട്ടാക്കി വെച്ച ബട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് ഓയിലിട്ട് കൊടുത്താലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ബട്ടർ ചേർക്കുമ്പോഴാണ്. എന്നിട്ട് ഇതൊരു സ്പാച്ചുലയിൽ മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് ബീറ്ററിൽ ലോ സ്പീഡിൽ അങ്ങനെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ പക്ഷേ സ്പാച്ചുലയിലാണ് മിക്സാക്കി കൊടുക്കുന്നത് കൂടുതലും. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച നമ്മുടെ മൈദ കൂട്ട് കുറേശ്ശെ ഇട്ട് അതും മിക്സാക്കി കൊടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ഇട്ട് കൊടുക്കുക.
ഇതിപ്പോൾ കണ്ടില്ലേ കുറച്ച് തിക്കായിട്ടുണ്ട് നേരത്തേതിനേക്കാളും. എന്നിട്ട് ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ കളറൊക്കെ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് അതും കൂടെ ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ബട്ടർ പുരട്ടിയ ബേക്കിംഗ് ടിന്നിലേക്ക് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ബട്ടർ മാത്രമേ പുരട്ടിയിട്ടുള്ളൂ. നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു ബേക്കിംഗ് ടിന്ന്. ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ തന്നെ പ്രീ ഹീറ്റാക്കാൻ വെക്കണം. ഈ ഒരു പോട്ട് ഞാൻ നേരത്തെ തന്നെ പ്രീ ഹീറ്റാക്കാൻ വെച്ചിരുന്നു. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ സമയമെടുക്കും. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത്. ഒരു 25-30 മിനിറ്റ് വരെ തുറന്ന് നോക്കരുത്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഇതിപ്പോൾ നല്ല കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടൊന്ന് നോക്കാം. അകത്തൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്നും ഡിമോൾഡാക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ടാക്കി എടുക്കാം കേട്ടോ. ഇത് പിന്നെ 1-2 ദിവസം വെക്കും തോറും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.